നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് വിചാരസാഗര മഥനത്തിലേക്ക് വീണ്ടും സ്വാഗതം. വിചാരങ്ങൾ മനസ്സിൽ അലകളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. വിചാരങ്ങൾ സാഗരം പോലെയാണ്. ലോകത്തിൽ എത്രയെത്ര സിദ്ധാന്തങ്ങൾ, എത്രയെത്ര ആശയങ്ങൾ, എത്രയെത്ര മതങ്ങൾ, മതവിഭാഗങ്ങൾ, എത്രയെത്ര ഇസങ്ങൾ, ആശയങ്ങളുടെ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധഭൂമിയാണ് ലോകം എന്നൊരു മഹാൻ പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ ഈ ആശയങ്ങളുടെ യുദ്ധം മനുഷ്യ മനസ്സുകളിൽ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആശയങ്ങളുടെ യുദ്ധം, ആശയ സംഘർഷം എന്നുള്ള വാക്ക് തന്നെ വളരെ സർവ്വസാധാരണമായി തീർന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ഏത് വഴിയിലൂടെയാണ് മുന്നേറേണ്ടത്? എങ്ങനെയാണ് മനസ്സമാധാനത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തേണ്ടത്? വിചാരസാഗര മഥനത്തിൽ നമ്മൾ ജീവിത ഗന്ധിയായ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമുത്തുക്കളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും പ്രായോഗികമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി ജീവിതത്തിൻ്റെ യഥാർത്ഥ സാഫല്യം നേടാൻ കഴിയും. കാരണം ഈ യാത്രയിൽ നമ്മുടെ കൂടെ ഈ ജ്ഞാനമുത്തുക്കളെ തൻ്റെ ജീവിതത്തിൽ ഇറക്കിക്കൊണ്ടുവന്ന് പൂർണ്ണഫലം നേടിയ ഒരു മഹത് വ്യക്തിത്വം നമ്മുടെ കൂടെയുണ്ട്. ബ്രഹ്മകുമാർ രാജയോഗി സുരേന്ദ്രൻ ഭായിജിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. സുരേന്ദ്രൻ ഭായിജി, നമ്മൾ വളരെ ആഴമേറിയ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു വന്നു. ധ്യാനം എന്താണ്? ധ്യാനം എങ്ങനെ ചെയ്യണം? ധ്യാനവും ഈശ്വരനും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമുക്ക് ചില സംശയങ്ങൾ അവശേഷിച്ചത് ധ്യാനം അഥവാ തപസ്, അതിൻ്റെ തീവ്രതയെ തപസ് എന്ന് പറഞ്ഞു. ആത്മബോധവും അതിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ കണ്ടെത്തി. ഞാൻ ശരീരമല്ല, ഞാൻ ആത്മാവാണ്. ഞാൻ എൻ്റെ സർവബന്ധുവായ ഈശ്വരനുമായി ബന്ധപ്പെടുന്നതിനെയാണ് യോഗം എന്ന് പറയുന്നത് എന്നും ഇതെല്ലാം ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷേ ഇനി അവശേഷിക്കുന്ന ചോദ്യം, തിരക്ക് പിടിച്ച് ഇന്നത്തെ ജീവിതത്തിൽ, കാരണം എനിക്ക് ഈ തപസ് ചെയ്യണം, ഞാൻ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മങ്ങളെ അല്ലെങ്കിൽ എൻ്റെ തെറ്റുകളെ എനിക്ക് അവസാനിപ്പിക്കണം, എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാമോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ കാരണവും ഞാൻ തന്നെയാണ്, ഇത് നമ്മൾ കണ്ടെത്തി. അപ്പോൾ ഇതിനെ എനിക്ക് ഇല്ലാതാക്കണം, അതിന് ധ്യാനം മാത്രമേ വഴിയുള്ളൂ. പക്ഷേ ഈ തപസ് ഇന്നത്തെ ലോകത്തിൻ്റെ ചുറ്റുപാടിൽ ഒരു തിരക്ക് പിടിച്ച ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ സാധിക്കും? ഇതിൻ്റെ ആവശ്യം വളരെ തിരക്ക് പിടിച്ചവർക്ക് വേണ്ടിയുള്ളതാണ്. നമ്മൾ പറയുന്നത് ഹൗ ടു ബി ഈസി ഇൻ എ ബിസി ലൈഫ് എന്നുള്ളതാണ്. ഉള്ളിൽ ഈസിനെസ്സും വെളിയിൽ ബിസിനെസ്സും ആണ് നമുക്ക് വേണ്ടത്. നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിനിടയിൽ നമ്മുടെ മനസ്സിൻ്റെ ട്രാഫിക്കിനെ ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. അതിന് നമ്മൾ സാധാരണ ട്രാഫിക് കൺട്രോൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യവും തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ പറയാറുണ്ട്, നിങ്ങൾ മാനസികമായിട്ട് തയ്യാറാണോ? മാനസികമായിട്ട് തയ്യാറാണോ എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരു മിനിറ്റ് നേരം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. ഞാൻ ആത്മാവാണ്, ഈശ്വരൻ എൻ്റെ അച്ഛനാണ്. ആ ഈശ്വര ശക്തിയിൽ നിന്ന് എന്നിലേക്ക് എപ്പോഴും ശക്തി പ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർമ്മിച്ചാൽ ഉടൻ എന്നിലേക്ക് ആ ശക്തിയുടെ പ്രവാഹം ഉണ്ടാവും. ജസ്റ്റ് എ മിനിറ്റ്. ആ സമയത്ത് എനിക്ക് പല തരത്തിലുള്ള എൻലൈറ്റൻമെൻ്റ് ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും. അതിനുശേഷം ഈശ്വരനെ പങ്കാളിയാക്കിക്കൊണ്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ പങ്കാളിയാക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരനെ ഒരു പാർട്ട്ണറാക്കി നമ്മൾ ജീവിതത്തിലേക്ക് ഇറങ്ങുക. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, എന്നോടൊപ്പം മറ്റൊരാളൂടെ ഉണ്ടായിരിക്കും. നമ്മൾ അറിഞ്ഞും അറിയാതെയും നമുക്ക് വിഷമതകൾ ഉണ്ടാകുമ്പോഴത്തേക്ക്, ദൈവമേ എന്നെ സഹായിക്കണേ, ദൈവമേ എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് നമ്മൾ പറയാറുണ്ട്. ഈ അറിവൊന്നും ഇല്ലാതെ ഇരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്ക് അറിഞ്ഞുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആളുണ്ട്, ആ ആൾ എനിക്ക് ഏറ്റവും അടുത്ത ആളാണ്, ആൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക്, ഈശ്വരൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു പരമശക്തിയാണ്. ആ ആളിന് ശരീരമില്ല.
ജനന മരണരഹിതൻ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് അയോനിജ അജന്മ അഭോക്ത അകർത്ത എന്നാണ് പറയുന്നത്. ഈശ്വരൻ ഒരു പരമപ്രകാശമാണ്, പരമശക്തിയാണ്. അതുപോലെ ഞാൻ പ്രകാശമാണ് ഒറിജിനലി. ശരീരത്തിലിരിക്കുമ്പോഴത്തേക്ക് ആ പ്രകാശമാണ് ഈ ശരീരത്തെ എനർജൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനാണ് ഈ ശരീരത്തെ എനർജൈസ് ചെയ്തുകൊണ്ട്, ഞാൻ ഈ ശരീരത്തിൽ ഈ ഇലക്ട്രിക് സപ്ലൈ അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സപ്ലൈ, എനർജി സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എൻ്റെ ഹൃദയം പ്രവർത്തിക്കുന്നുണ്ട്, എൻ്റെ രക്തപ്രവാഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, കിഡ്നി ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ വയറ്റിൽ അത് പ്രോസസ്സ്, ഡൈജസ്റ്റീവ് പ്രോസസ്സ് എല്ലാം നടക്കുന്നു. ഒരു പക്ഷേ ഈ എനർജി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കും? ഇതെല്ലാം സ്റ്റോപ്പാവും. ഇല്ലേ? സ്റ്റോപ്പാവില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഒരു എനർജിയാണ്, എൻ്റെ അച്ഛനും ഒരു പരമ എനർജിയാണ്, ചൈതന്യ എനർജിയാണ്. ഇതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ ഫിസിക്കൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് ജഡശക്തിയാണ്, സ്പിരിച്വൽ എനർജി എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഞാനാണ്, ചൈതന്യ ശക്തിയാണ്. എനിക്ക് വിചാരിക്കാനുള്ള ശക്തിയുണ്ട്, നിർണയ ശക്തിയുണ്ട്, ഭാവസ്വഭാവങ്ങളുണ്ട്. അപ്പോൾ ഞാൻ, എൻ്റെ അച്ഛൻ എന്നെപ്പോലെ പരമശക്തിയാണ്. അപ്പോൾ ഇവിടെ വീണ്ടും എനിക്ക്, കാരണം നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈശ്വരനെക്കുറിച്ചുള്ള ഒരു സിദ്ധാന്തം തന്നെയല്ലേ? കാരണം ഇപ്പം നമ്മൾ ഇപ്പോൾ സാധാരണ ചിലപ്പോൾ ഈശ്വരൻ എവിടെയാണ്, സാധാരണ ഒരു വ്യക്തിയുടെ കാര്യം നമുക്ക് നോക്കുമ്പോൾ ഈശ്വരൻ എവിടെയാണ്? ഈശ്വരൻ എല്ലായിടത്തും ഉണ്ട്, അല്ലെങ്കിൽ ഈശ്വരൻ എന്നിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈശ്വരനുമായിട്ട് ബന്ധപ്പെടണം. അപ്പോൾ എന്നിൽ തന്നെ ഉള്ള ഒരാളുമായിട്ട് ഞാൻ എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? അപ്പോൾ യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്നുള്ള ആ വ്യക്തി അതൊരു ആളാണോ? എങ്ങനെയാണ് നമ്മൾ ആ ആളെ തിരിച്ചറിയേണ്ടത്? എങ്ങനെ? ഇപ്പോൾ വേറൊരു കാര്യം കൂടി പറഞ്ഞു, ഈശ്വരനെ പാർട്ട്ണറാക്കണം. വളരെ നല്ല ആശയമാണ്. പക്ഷെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ പ്രായോഗികമായി അതെങ്ങനെ ചെയ്യാൻ സാധിക്കും? കാരണം ഇത് ഋഷി മുനിമാരെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സാധാരണ തിരക്ക് പിടിച്ച് ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈശ്വരനെ പാർട്ട്ണറാക്കിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അപ്പോൾ ഈശ്വരൻ എന്നുള്ള ഇതിന് നമുക്ക് പൂർണ്ണമായൊരു വെളിച്ചം വീശാൻ, ആ ഒരു വെളിച്ചം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ ആളുകളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരനെയാണ്. മുസ്ലിങ്ങളാകട്ടെ, ഹിന്ദുക്കളാകട്ടെ, ക്രിസ്ത്യാനികളാകട്ടെ, മറ്റു ജനവിഭാഗങ്ങളാകട്ടെ, എല്ലാവരും ഈശ്വരനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര പൂജ ചെയ്യുന്നവരുമാണ്, ഉപാസന ചെയ്യുന്നവരാണ്, പ്രാർത്ഥന ചെയ്യുന്നവരാണ്. പക്ഷേ ആർക്കും ഈശ്വരൻ ആരാണെന്ന് പറഞ്ഞും കൂടെ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഈശ്വരന് സൃഷ്ടിയിൽ വരേണ്ട ആവശ്യമുള്ളത്. കാരണം ഈശ്വരന് ഒരു സത്യമാണ്, ഈശ്വരനൊരു കൽപ്പനയല്ല. നമ്മളിൽ പലരും ദൈവത്തിനെ ഓർമ്മിക്കണമെങ്കിലും പൂജ ചെയ്യുന്നുണ്ടെങ്കിലും പലർക്കും അതൊരു കൽപ്പനയായിട്ടാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഈശ്വരൻ്റെ യഥാർത്ഥ അസ്തിത്വമുണ്ട്. ഈശ്വരൻ സൃഷ്ടിയിൽ വരും. സൃഷ്ടിയിൽ വന്നിട്ട് സ്വയം പരിചയം തരികയാണ്. ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, ഞാൻ ഇവിടെ സർവ്വവ്യാപിയല്ല, ഞാൻ സർവജ്ഞനാണ്, ഞാൻ അങ്ങനെ പരം ധാം എന്നുള്ള ഒരു ധാമുണ്ട്, അവിടെയാണ് ഞാൻ വസിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ ഓർമ്മിക്കുമ്പോൾ മുകളിലോട്ട് നോക്കുന്നത്. ഇപ്പോൾ ഗീതയിലും ഈ വാക്ക് സാധാരണ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ എന്താണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ ജീവിക്കുന്ന ലോകം, ഇപ്പോൾ ശാസ്ത്രം പറയുന്നു ഇവിടെ ഇതുപോലൊരു ഭൂമി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇനിയും അവിടെ ജനവാസം ഉണ്ടായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ പരംധാമം എന്ന് പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങൾക്കും ഉപരിയായിട്ട് ഒരു ധാമുണ്ട്, ഒരു സ്പേസ്, അനന്തമായിട്ടുള്ള ഒരു ആകാശമുണ്ട്. അതിൽ ഗീതയിൽ പറയുന്നത് തദ്ധാമം പരമം മമ, എൻ്റെ ധാമം ശ്രേഷ്ഠാതിശ്രേഷ്ഠ ധാമമാണ്. ആ ധാമത്തിൽ സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ കിരണങ്ങൾ പോലും വന്നെത്താത്ത സ്ഥലത്താണ് ഞാൻ പരാത്പരനാണ് എന്ന് ഗീതയിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ എന്താണ് എഴുതിയിരിക്കുന്നത്? ജ്യോതിഷാമപി ചദോസി സ്തമസ പരമുച്ചതേ, ഞാൻ ജ്യോതികളുടെ ജ്യോതിയാണ്. അപ്പം ഞാൻ ജ്യോതികളുടെ ജ്യോതിയാണ്, ഞാൻ ജ്ഞാനസാഗരനാണ് എന്നുള്ള രീതിയിൽ ഗീതയിൽ പറയുന്നുണ്ട്. ഞാൻ പിന്നെ ആരാണ്?
ഞാൻ അയോനിജ അജന്മ അഭോക്തനുമാണ്, ഞാൻ ജനിക്കുന്നില്ല മനുഷ്യന് സദൃശമായിട്ട്, ഞാൻ ഒരു ജ്യോതിയാണ് എന്നുള്ളത് നമ്മുടെ മുണ്ടകോപനിഷത്തിലും ഉണ്ട്. ദൈവം ഒരു ജ്യോതിയാണ് എന്നുള്ളത്. നമ്മുടെ ഇസ്ലാമിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവം ഒരു ജ്യോതിയാണ്, അള്ളാഹു നൂറെ എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞത് ഗോഡ് ഈസ് ലൈറ്റ്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ്, നിങ്ങൾ ആ ജ്യോതിയെയാണ് അനുകരിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ മറ്റ് എല്ലാ ധർമ്മത്തിലും ഇതിൻ്റേതായിട്ടുള്ള അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ഈശ്വരനെ പറ്റിയുണ്ട്. ഇതിനെല്ലാം ആഴത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വാസ്തവത്തിൽ ദൈവം ഒന്നേ ഉള്ളൂ, ദൈവം ഒരു ജ്യോതിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ ഈശ്വരൻ സൃഷ്ടിയിൽ സാക്ഷാത്ത് വരും. അതെപ്പോഴാണ് വരുന്നത്? ഈ സമയത്താണ് വരുന്നത്. ഈശ്വരൻ സൃഷ്ടിയിൽ ധർമ്മം നശിച്ച് മനുഷ്യന് ഒരു ദിക്കും കിട്ടാതെ ഇരിക്കുന്ന സമയത്ത്, പരസ്പരം ലഹള ഉണ്ടാകുന്ന സമയത്ത്, ധർമ്മഗ്ലാനി സമയത്ത്, അധർമ്മത്തിൻ്റെ സമയത്ത്, മനുഷ്യൻ്റെ മനസ്സ് നശിക്കുന്ന സമയത്ത് ഈശ്വരൻ സൃഷ്ടിയിൽ അവതരിക്കും. എങ്ങനെയാണ്? അവിജാനന്തി മാമൂഢാം മാനുഷ്യം തനു ആശ്രിതം. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ആധാരമെടുത്ത് മനുഷ്യനിൽ അനുഭവിയായിട്ടുള്ള ഒരാളിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചിട്ട് ഞാൻ ആരാണ് എന്നുള്ള വെളിച്ചപ്പാട് ആദ്യം നമുക്ക് തരും. ഞാനിങ്ങനെ പരംധാം നിവാസിയാണ്, ഞാൻ ഈ സൃഷ്ടിയിൽ ധർമ്മഗ്ലാനി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വരും. അതിനുശേഷം ഒരു സീരീസ് ഓഫ് റെവലേഷൻസാണ്, പിന്നെ വെളിച്ചപ്പാടുകൾ ഉണ്ടാക്കുകയാണ്. എന്തോ ആണ് വെളിച്ചപ്പാട് ഉണ്ടാക്കുന്നത്? കുറേ ജ്ഞാനബിന്ദുക്കൾ, സൃഷ്ടിയുടെ ആദി മധ്യാന്ത്യത്തിൻ്റെ ആ വെളിച്ചപ്പാട് മനുഷ്യ ആത്മാവിന് കൊടുക്കുകയാണ്. അതോടൊപ്പം മനുഷ്യാത്മാവിൻ്റെ പരിചയവും മനുഷ്യാത്മാവിന് കൊടുക്കുകയാണ്. നീ ഈ ശരീരമല്ല, ആത്മാവാണ്, എൻ്റെ സന്താനമാണ്. ഈ സൃഷ്ടിയിൽ ഒരു നാടകം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഈ ശരീരമാകുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ പാർട്ട് അഭിനയിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ ജീവിതം കർമ്മദോഷം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠ കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതെല്ലാം തന്നെ സ്വതസിദ്ധമായിട്ട് ജ്ഞാനപ്രവാഹം ഉണ്ടാകുകയാണ്. ഈ ജ്ഞാനപ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് പറയുകയാണ്, നിങ്ങൾ എന്നെ തന്നെ ഓർമ്മിക്കണമെന്ന് പറയണം. നമ്മളെല്ലാം നമ്മൾക്കെല്ലാം അറിയാവുന്നതാണ്, ധർമ്മസ്ഥാപകർ സൃഷ്ടിയിൽ വന്നിട്ട് വരുന്ന സമയത്ത് തന്നെ അവർക്ക് അറിഞ്ഞുകൂടിയിരുന്ന അവർ ധർമ്മം സ്ഥാപിക്കാനാണ് വന്നിട്ടുള്ളതെന്നുള്ളത്. അവരെ കാലശേഷം അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ആസക്തി വച്ചിട്ടുള്ള ആളുകൾ ഒത്തുചേർന്ന് അവർ ഇസ്ലാമാണെന്നും ക്രിസ്ത്യനാണെന്നും സിഖാണെന്നും ബുദ്ധിസ്റ്റാണെന്നും ഒക്കെ വിളിക്കാൻ തുടങ്ങി. ആ സമയത്തെല്ലാം അവർ പറഞ്ഞ എന്തുവാണ്? നിങ്ങൾ ദൈവത്തിനെ ഓർമ്മിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ദൈവം സൃഷ്ടിയിൽ ഇറങ്ങിയിട്ട് പറയാണ്, ഞാൻ നിങ്ങളെ അച്ഛനാണ്, നിങ്ങൾ എന്നെ തന്നെ ഓർമ്മിക്കണം. എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടത്? ഈ ശരീരവും ശരീരത്തിൻ്റെ ബന്ധുക്കളെയും ശരീരത്തിൻ്റെ പദാർത്ഥത്തെയും പിന്നെ ശരീരത്തിൻ്റെ ലോകത്തെയും മറന്നിട്ട് ആത്മാവാണെന്നുള്ള ബോധത്തിൽ നിങ്ങൾ എന്നെ നിരന്തരമായിട്ട് ഓർമ്മിക്കണം. ഓർമ്മിക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് സ്ഥിതിയിലാണ് ഈ സൃഷ്ടിയിൽ വന്നത് ആ സ്ഥിതിയിലേക്ക് നിങ്ങൾ തിരിച്ചെത്തും. നിങ്ങൾ ഒരു കാലത്ത് സർവ്വഗുണസമ്പന്നരും സമ്പൂർണ്ണ നിർവികാരിയും മര്യാദാ പുരുഷോത്തം അഹിംസാ പരമോധർമ്മികളായിട്ടുള്ള ദിവ്യന്മാരായിരുന്നു ഈ സൃഷ്ടിയിലുണ്ടായിരുന്നത്. അന്ന് ഈ ലോകം സ്വർഗമായിരുന്നു. സ്വർഗവും നരകവും ഇവിടെ തന്നെ. സ്വർഗം എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ദിവ്യ ഗുണമുള്ള മനുഷ്യർ ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് അത് സ്വർഗമായിരുന്നു. ആസുരീയത നിറഞ്ഞിട്ടുള്ള ആളുകളുള്ളപ്പോഴത്തേക്ക് അത് നരകമാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ നിന്ന് നമ്മൾ ഈ ഒരു സ്ഥിതിയിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് നമുക്ക് തന്നെ നമ്മളെ തിരിച്ചറിയാനൊക്കാത്ത ഒരവസ്ഥയിലെത്തി ഇരിക്കുകയാണ്. ഈ സമയത്ത് ഈശ്വരൻ സൃഷ്ടിയിൽ വന്ന് നമുക്ക് ഈ വെളിച്ചപ്പാടുണ്ടാക്കി തരികയാണ്. ഇങ്ങനെയാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചറിവ്, അതായത് ഈശ്വരൻ ഒരു ജ്യോതിയാണ്, ഞാനും ഒരു ജ്യോതിയാണ്, ഞാൻ ആത്മാവാണ്, അപ്പോൾ ഈശ്വരനും ബിന്ദു ജ്യോതിരൂപനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബന്ധം മനസ്സുകൊണ്ട് ഈശ്വരനെ നമ്മൾ ധ്യാനിക്കുന്നു. അപ്പോൾ ഇത് നമ്മൾക്ക് വീണ്ടും ആ വിഷയത്തിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ആഴമേറിയ ഒരു ബന്ധം നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് പ്രത്യേക സമയം അതിന് വെക്കേണ്ടതല്ലേ? നമ്മൾ ഈ അഭ്യാസത്തിന് നമ്മൾ എത്ര സമയം കൊടുക്കണം? ഏത് സമയത്ത് നമ്മൾ ഈ അഭ്യാസം ചെയ്യണം? നമ്മൾ കുറഞ്ഞത് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും
കാരണം ഇതിന് രണ്ട് തരത്തിലുള്ള സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. ഒന്ന് ജ്ഞാനത്തിൻ്റെ സപ്പോർട്ട്, അറിവിൻ്റെ ബലം എന്നാണ് പറയുന്നത്. ഇപ്പം നമുക്ക് അറിവുണ്ടായി എന്തുവാണ്, സദ്ഗുണങ്ങളാണ് എൻ്റെ സത്ത് എന്നുള്ളത്. ഇതൊരു വലിയൊരു ബലമാണ്. അവഗുണമല്ല എൻ്റെ സത്ത് സദ്ഗുണമാണ്. പിന്നെ രണ്ടാമത്തത് എന്തുവാണ് എനിക്കറിവ് കിട്ടിയത്, അത് എന്നെ ശക്തപ്പെടുത്തുന്നത്, എനിക്ക് ഇഷ്ടമുള്ളത് നല്ല നല്ല ചിന്തനങ്ങളാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് രണ്ടും എന്നെ ബലപ്പെടുത്തുകയാണ്. പിന്നെ മൂന്നാമത്തത് സർവശ്രേഷ്ഠമായിട്ടുള്ള മറ്റൊരു അറിവ് എന്താണ്, എനിക്ക് നാശമില്ല, ഞാൻ മരിക്കുകയില്ല എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയമെന്ന് വെച്ചാൽ മൃത്യുഭയമാണ്. ഈ അറിവ് എന്താണ്, എനിക്ക് അപാര ശക്തി തരുന്നതാണ്. എനിക്ക് മൃത്യുവില്ല കേട്ടോ, ഞാൻ ശരീരം ത്യാഗം ചെയ്യുകയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു, അപ്പോൾ ഇതെല്ലാം അറിവിൻ്റെ ബലമാണ്. ദി പവർ ഓഫ് നോളേജ് എന്ന് പറയും. അടുത്തത് പവർ ഓഫ് യോഗ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒറ്റയ്ക്കല്ല ഈ ലോകത്ത്, എന്നോടൊപ്പം സർവശക്തിമാനായിട്ടുള്ള ഈശ്വരനുണ്ട്. കാരണം ആ ആളിന് ശരീരമില്ലാത്ത ആളാണ്. ഏത് സമയത്ത് നിങ്ങൾ ഓർമ്മിച്ചിരുന്നാലും അവിടെ പ്രത്യക്ഷനാകാനുള്ള ഒരു ശക്തിയുണ്ട്. എവിടെ വെച്ച് നമ്മൾ ഓർമ്മിച്ചിരുന്നാലും, നമ്മളിപ്പോൾ 1000 ലക്ഷക്കണക്കിന് ആളുകൾ ഓർമ്മിക്കുകയാണ്. 1000 ലക്ഷക്കണക്കിനുള്ള ഒരു സ്ഥലത്ത് ഈ ഒരാളിന് ഒരേ സമയം പ്രത്യക്ഷനാകാനുള്ള ഒരു ശക്തിയുണ്ട്. എല്ലായിടത്തും പ്രത്യക്ഷനാകുന്നതുകൊണ്ടാണ് ഈശ്വരൻ സർവ്വവ്യാപി എന്ന് നമ്മൾ വിളിക്കാൻ തുടങ്ങിയത്. വാസ്തവത്തിൽ അങ്ങനെയല്ല, സർവ്വവ്യാപിയല്ല, സർവജ്ഞനാണ്, സർവശക്തിമാനാണ്, പരംധാം നിവാസിയാണ്. ഈശ്വരന് ഈ കാര്യങ്ങളെല്ലാം അറിയാം എന്നുള്ളത് കൊണ്ട് ഈശ്വരൻ സർവശക്തിമാൻ. കാരണം ജ്ഞാനമാണ് ഏറ്റവും വലിയ ബലം. അപ്പോൾ ജ്ഞാനത്തിൻ്റെ ഉറവിടം ഈശ്വരനായതുകൊണ്ട് ആരാണ് ജ്ഞാനവാൻ സോ ബലവാൻ എന്നാണ് പറയുന്നത്. ജ്ഞാനവാൻ സോ ബുദ്ധിവാൻ എന്നാണ് പറയുന്നത്. ബുദ്ധിവാൻ ബലവാൻ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈശ്വരനാണ് ബുദ്ധിവാന്മാരുടെ ബുദ്ധിവാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഏത് സമയത്ത് ആ ഈശ്വരനെ എൻ്റെ അച്ഛനാണ് എന്നുള്ള ഓർമ്മയിൽ ഓർമ്മിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരായിട്ട് അങ്ങ് മാറും. പക്ഷേ ഇതിൽ സമ്പൂർണ്ണമായിട്ടുള്ള നിശ്ചയം എനിക്കുണ്ടായിരിക്കണം. ഇതാണ് മെഡിറ്റേഷൻ. അപ്പോൾ ഇത് സരളമായിട്ട് ചെയ്യാവുന്ന മെഡിറ്റേഷനാണ്. പിന്നെ നിഷ്ഠയോടുകൂടി ഇതിനെ അഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കാലത്ത് സമയം കുളിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് 15 മിനിറ്റ്, തുടക്കത്തിൽ ഒരു 10 മിനിറ്റ്, പിന്നെ അതിനെ നമുക്ക് കുറച്ചുകൂടി നീട്ടാൻ സാധിക്കും, 15 മിനിറ്റ്, പിന്നെ അതിനെ 20 ആക്കാം, പിന്നെ അതിനെ 30 ആക്കാം. അപ്പോൾ സമയം കിട്ടുന്നതനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ ഞാനങ്ങനെ ഒന്ന് കോണ്ടംപ്ലേഷൻ ചെയ്യാനായിട്ടുള്ള സമയമുണ്ടാവും, ചിന്തന ചെയ്യാനായിട്ട്. പിന്നെ എന്തുവാണ്, പിന്നെ കോൺസെൻട്രേഷൻ സ്റ്റേജിലേക്ക് പോകാനുള്ള സമയമുണ്ടാവും. പിന്നീട് എന്തുവാണ്, റിയലൈസേഷനിലേക്ക് പോകാനുള്ള സമയമുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഓരോരോ സ്റ്റേജിലേക്ക് എൻ്റെ സങ്കല്പങ്ങളെ ഈശ്വരനുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പുകളെല്ലാം വരും, തന്നെ നടക്കും എന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ വേറൊരു എനിക്കൊരു ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നിയത്, അപ്പോൾ ഈശ്വരൻ വിളിച്ചാൽ വെളിപ്പുറത്തുണ്ട് എന്താ പറയുക. ഇപ്പോൾ ഈശ്വരൻ ശരീരധാരിയല്ല, ജ്യോതിസ്വരൂപനാണ്, ഞാൻ വിളിക്കുമ്പോൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടി, ഇപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ വരുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്ത തെറ്റുകളെ ഈശ്വരൻ ഒരു സെക്കൻഡ് കൊണ്ട് മാപ്പാക്കി തരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാനത് എൻ്റെ പ്രയത്നം കൊണ്ട് തന്നെ ഞാൻ ഇല്ലാതാക്കണം. അപ്പോൾ ഈശ്വരനെ ഞാൻ വിളിക്കുന്നു, ഈശ്വരൻ എനിക്കതിൻ്റെ അനുഭവം തരുന്നു. അപ്പോൾ എന്ത് തരത്തിലുള്ള അനുഭവമാണ്? കാരണം ഞാൻ ചെയ്ത തെറ്റുകൾ ഈശ്വരൻ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കി തരുന്നില്ല എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ പിന്നെ ഈശ്വരൻ ഞാൻ വിളിക്കുമ്പോൾ എന്തനുഭവമാണ് എനിക്ക് തരുന്നത്? എനിക്ക് എന്നെ മാറ്റാനുള്ള ശക്തി ഉണ്ടാകും. കാരണം എനിക്ക് തന്നെ അറിയാം, എന്നെ വിഷമിപ്പിക്കുന്ന പല സ്വഭാവ ദൂഷ്യങ്ങളും എന്നിലുണ്ട്. അതിനെ മാറ്റണമെന്നും എനിക്കുണ്ട്. പക്ഷേ എന്നെ കൊണ്ടത് സാധിക്കുന്നില്ല. എനിക്കതിനുള്ള വിൽ പവറില്ല, എന്ന് വെച്ചാൽ ആത്മബലമില്ല. അപ്പോൾ ഈശ്വരനെ നമ്മൾ ഓർമ്മിക്കുമ്പോഴത്തേക്ക്, രാജയോഗ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം നമുക്കുണ്ടാകുന്നത് ആത്മബലം വർദ്ധിക്കുകയാണ്. ആത്മബലം വർദ്ധിക്കുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ദോഷങ്ങളെ മാറ്റിയെടുക്കാനുള്ള കഴിവ് എനിക്ക് കിട്ടുകയാണെന്ന്. അപ്പോൾ അത് ഇൻഡയറക്റ്റ്ലി പറയുമ്പോഴത്തേക്ക് അത് ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന ശക്തി കൊണ്ട് എനിക്ക് മാറ്റിയെടുക്കാനുള്ള കഴിവുണ്ടാകുകയാണ് ചെയ്യുന്നത്.
ആ ശക്തി ഈശ്വരനിൽ നിന്ന് മാത്രമേ ലഭിക്കൂ. അത് ഈശ്വരനിൽ നിന്ന് മാത്രമേ ലഭിക്കുകയുള്ളൂ, വേറെ ഒരു സോഴ്സും ഇല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നമുക്ക് യഥാർത്ഥമായിട്ട് പ്രാക്ടിക്കലായിട്ട് അനുഭവിക്കാൻ സാധിക്കും. ബ്രഹ്മകുമാരീസിൽ ഇന്ന് ഏകദേശം 10 ലക്ഷത്തോളം ആളുകൾ ഇത് അനുഭവിക്കുന്നവരാണ്. ദിവസവും ബ്രഹ്മകുമാരീസിൻ്റെ ക്ലാസ്സുകളിൽ എന്ന് വെച്ചാൽ അത് ജോലി ചെയ്ത് ജീവിക്കുന്നവരും അല്ല, എല്ലാ തുറയിലുള്ളവരും ഉണ്ട്. അവിടെ വരുന്നവരാരും സന്യാസി എന്നുള്ളതൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ് ജ്ഞാനത്തിൻ്റെ ആവശ്യം ആർക്കാണുള്ളത്, അറിവിൻ്റെ ആവശ്യം ആർക്കാണുള്ളത്, ശക്തിയുടെ ആവശ്യം ആർക്കാണുള്ളത്? ജീവിതത്തിൽ ഇടപഴകി ജീവിക്കുന്ന ആളുകൾക്കാണ് അറിവിൻ്റെയും ശക്തിയുടെയും ആവശ്യമുള്ളത്. കാരണം അവരാണ് ഈ ലോകത്തെ ഈ സ്ഥിതിയിൽ കൊണ്ടുവന്ന് എത്തിച്ചത്. ഇത്രയും മോഡേണൈസേഷൻ, പിന്നെ ആധുനികത, ഗ്ലോബലൈസേഷൻ, ഇതെല്ലാം ആരാണ്? ഇതെല്ലാം ഗൃഹസ്ഥികളായിട്ടുള്ള ആളുകളാണ് ചെയ്തത്. കുടുംബജീവിതത്തിൽ വ്യസ്തരായിട്ട് ജീവിക്കുന്നവരാണ്. അവർക്കാണ് മനസ്സമാധാനവും ശാന്തിയും സ്നേഹവും എല്ലാം വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊന്നും ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല, ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് ഈസ് എ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് പ്രാക്ടീസ്, അത്രയേ ഉള്ളൂ. നമ്മൾ യു ആർ എ മുസ്ലിം, യെസ് യു ആർ എ മുസ്ലിം. യു ആർ എ ക്രിസ്ത്യൻ, യു ആർ എ ക്രിസ്ത്യൻ. യു ആർ എ ഹിന്ദു, യു ആർ എ ഹിന്ദു. ബട്ട് മൈ ലൈഫ് സ്റ്റൈൽ ഈസ് ചേഞ്ച്, ദാറ്റ്സ് ഓൾ, നോ പ്രോബ്ലം. അപ്പോൾ ഇത് എങ്ങനെയുള്ള ഏത് മതത്തിൽപ്പെട്ടവർക്കും ഈശ്വരനുമായിട്ട് ഇതുപോലെ കണക്ട് ചെയ്ത്, കാരണം നമ്മളെല്ലാവരുടെയും അച്ഛനാണല്ലേ, അതുകൊണ്ടല്ലേ നമ്മളെ സഹോദരങ്ങളെന്ന് പറയുന്നത്. നമ്മളാരും അത് അഭ്യസിക്കണം എന്നുള്ളതില്ല, ഇല്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മളെല്ലാം സഹോദരങ്ങളെന്നല്ലേ പറയുന്നത്. സഹോദരങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് സഹോദരങ്ങളായിട്ട് ജീവിക്കുന്നില്ല? ഒരച്ഛനാണ് നമ്മളെ എല്ലാവരുടെയും ഈ ആളാണ് അച്ഛനെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കവിടെ ഭിന്നതയ്ക്ക് കാരണമേ ഇല്ല. അപ്പോൾ ഇവിടെ ഞാൻ വീണ്ടും എനിക്ക് ഒരു ചെറിയ കാരണം, ഇപ്പോൾ സുരേന്ദ്രൻ ഭായിജി ഈ റിലേഷൻഷിപ്പ് ഈശ്വരനുമായിട്ടുള്ള ബന്ധത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛൻ എന്നുള്ള വാക്ക് കൂടുതൽ ഉപയോഗിച്ചു. അപ്പോൾ എന്തുകൊണ്ടാണ് അച്ഛൻ എന്നുള്ള? അച്ഛനായിട്ടോ അമ്മയായിട്ടോ ശിക്ഷകനായിട്ടോ സദ്ഗുരുവായിട്ടോ മിത്രനായിട്ടോ എല്ലാം നമുക്ക് സങ്കല്പം. എന്ന് വെച്ചാൽ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും ഒരു ഈശ്വരനിൽ നിന്ന് നമുക്ക് പ്രാപ്തമാകും. ഈ എല്ലാ ബന്ധങ്ങളുടെയും രസം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത് വളരെ ഇന്ന് നമ്മൾ നമ്മുടെ ചർച്ചയിലൂടെ വളരെ ആഴമേറിയ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി. കാരണം ധ്യാനം എപ്പോഴും ഈശ്വരോന്മുഖമായിരിക്കണം. ഇനി ഈശ്വരനാണെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റേതല്ല, പരം ജ്യോതിയാണ് ഈശ്വരൻ. ഞാനും ആത്മജ്യോതിയാണ്. ഈ തിരിച്ചറിവുണ്ടായി ഞാനും ഈശ്വരനും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ആത്മാവിന് ആഴമേറിയ അനുഭവം ഉണ്ടാകുന്നു. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചെയ്തിട്ടുള്ള വികർമ്മങ്ങളിൽ നിന്ന് പോലും ദുഷ്കർമ്മങ്ങളിൽ നിന്ന് പോലും രക്ഷപ്പെടാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും ഇത്രയും ഉൾക്കാഴ്ചകൾ, കാരണം ഈ ഒരു ധ്യാനത്തിൻ്റെ പരിശീലനം എനിക്ക് വളരെയധികം ആത്മനിയന്ത്രണം നൽകും. അതുമാത്രമല്ല നമ്മൾ വേറെ ഒരു ഏറ്റവും സന്തോഷകരമായൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയത്, ഇത് എത്ര തിരക്ക് പിടിച്ച വ്യക്തിക്കും മറ്റൊന്നും ഉപേക്ഷിക്കാതെ തന്നെ നിത്യജീവിതത്തിൽ നമുക്ക് ഇതിനെ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അങ്ങനെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഉള്ളിൽ ഈസിനെസ്സും പുറത്ത് ബിസിനെസ്സും, പുറത്ത് തിരക്കാണെങ്കിലും ഉള്ളിൽ വളരെ ശാന്തമായ അവസ്ഥയുമായി നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. സുരേന്ദ്രൻ ഭായിജി വളരെ വളരെ നന്ദി. ഈ യാത്ര നമ്മൾ ഓം ശാന്തി. ഈ യാത്ര വീണ്ടും നമ്മൾ തുടരും. ഇനിയും ആഴമേറിയ രഹസ്യങ്ങളിലേക്ക് നമ്മൾ ഊളിയിട്ടിറങ്ങും. എന്നാൽ നിങ്ങൾ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. നിങ്ങളുടെ